നമസ്കാരം. സംഖ്യാശാസ്ത്രപ്രകാരം ഓരോ സംഖ്യകൾക്കും വളരെയധികം പ്രാധാന്യമുണ്ട്. ഞാനിവിടെ തന്നിരിക്കുന്നതായ നമ്പറുകളിൽ ഒരു നമ്പർ നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ഒരു ഭാഗ്യസംഖ്യ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നതും പ്രധാനപ്പെട്ടതായും അറിഞ്ഞിരിക്കേണ്ടതായ ചില കാര്യങ്ങളെക്കുറിച്ചും വിശദമായി തന്നെ ഈ തൊടുകുറിയിലൂടെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം ഇഷ്ടദേവതയെയോ കുടുംബദേവതയെയോ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഭാഗ്യസംഖ്യകളിൽ ഒരു സംഖ്യ തിരഞ്ഞെടുക്കുക. നിങ്ങൾ തിരഞ്ഞെടുത്തതായ ഭാഗ്യസംഖ്യയുമായി ബന്ധപ്പെട്ട് സംഭവിക്കാൻ പോകുന്നതായ പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ, ആ സംഖ്യ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതായ കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് വിശദമായി തന്നെ ഈ തൊടുകുറിയിലൂടെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം ഇഷ്ടദേവതയുടെ നാമമോ അല്ലെങ്കിൽ ഓം നമോ നാരായണായ എന്നോ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ നമ്പറായ 7 തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. പ്രതികരണശേഷിയുള്ള വ്യക്തികളാണ് നിങ്ങൾ. കാര്യങ്ങൾ തുറന്നു പറയാൻ മടിയില്ലാത്തവരാണ്. പലപ്പോഴും പല കാര്യങ്ങളും വെട്ടി തുറന്ന് പറയുകയും അത്തരത്തിൽ ചില പ്രശ്നങ്ങൾ, ചില ബന്ധങ്ങളിൽ വിള്ളൽ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. പരിസരം മറന്ന് പ്രതികരിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അതിനാൽ അത്തരം കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ നിങ്ങൾ പുലർത്തിയില്ല എങ്കിൽ അത് ബന്ധങ്ങളെ പല രീതിയിലും ബാധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. സ്നേഹിച്ചാൽ എന്തും നൽകുന്നവർ തന്നെയാണ് നിങ്ങൾ. പലപ്പോഴും അത് പലരും ദുരുപയോഗപ്പെടുത്തുന്നു എന്നതാണ് വാസ്തവം. കാരണം സുഹൃത്തുക്കൾക്ക് വ്യക്തമായി ഈ സ്വഭാവങ്ങൾ, അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർക്ക്, അറിയാവുന്നവർക്ക് ഈ കാര്യങ്ങൾ അറിയുന്നതിനാൽ നിങ്ങൾക്ക് പല രീതിയിലുള്ള നഷ്ടങ്ങൾ, ധനപരമായ നഷ്ടങ്ങൾ പ്രധാനമായും ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക. ധാരാളം സുഹൃത്തുക്കളെ ലഭിക്കുവാനുള്ള, സുഹൃത്ത് ബന്ധങ്ങൾ വർദ്ധിപ്പിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. നേതൃത്വ പദവിയിലേക്ക് അഥവാ നേതൃത്വത്തിലേക്ക് ഉയരുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. പെട്ടെന്ന് ആകർഷണം തോന്നുന്നതായ സാഹചര്യം പലർക്കും സംഭവിച്ചു എന്ന് വരാം. നിങ്ങളുടെ സ്വഭാവ സവിശേഷതകളാലും ധൈര്യത്താലും പ്രവൃത്തികളാലും മറ്റുള്ളവർക്ക് നിങ്ങളോട് പ്രത്യേകമായ ആകർഷണം പല അവസരങ്ങളിലും തോന്നുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കയ്യിൽ ധനം വരികയും എന്നാൽ അത് മുഴുവനായും കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുവാൻ യാതൊരുവിധ മടിയും ഇല്ലാത്തവരാണ് നിങ്ങൾ എന്നതും നിങ്ങളുടെ പ്രത്യേകതയായി തന്നെ പരാമർശിക്കാം. നിങ്ങളുടെ സഹായത്താൽ പലരും, ഒപ്പമുള്ളവർ പോലും രക്ഷപ്പെടുന്നതായ സാഹചര്യമുണ്ട്. എന്നാൽ അവർ വളർന്നതിന് ശേഷമോ അല്ലെങ്കിൽ രക്ഷപ്പെട്ടതിന് ശേഷമോ സഹായം ലഭിച്ചതിന് ശേഷമോ നിങ്ങളെ മറന്നു പോവുകയോ ഒഴിവാക്കുകയോ ചെയ്യുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ട്. ഇത് നിങ്ങൾക്ക് വളരെ വേദനാജനകമായി പല അവസരങ്ങളിലും തോന്നാറുണ്ട് എന്ന കാര്യം പ്രധാനമായും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരം ചില കാര്യങ്ങൾ സംഭവിക്കാം. അത് മുൻകൂട്ടി കണ്ട് തന്നെ നിങ്ങൾ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുക. അഭിമാനികൾ തന്നെയാണ് നിങ്ങൾ. കാരണം ആരുടെ മുൻപിലും തല കുനിക്കുവാൻ താല്പര്യപ്പെടാത്തതായ വ്യക്തികളാണ് എന്നതും നിങ്ങളുടെ പ്രത്യേകതയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. കൂടാതെ പരിശ്രമിക്കുകയാണ് എങ്കിൽ തീർച്ചയായും അതിന് അനുകൂലമായ ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. കാരണം വളരെയധികം പരിശ്രമം നടത്തുന്നവർ തന്നെയാണ് നിങ്ങൾ. ആ പരിശ്രമങ്ങൾ ലക്ഷ്യത്തിലെത്തിച്ചേരുന്നതായ സാഹചര്യങ്ങൾ, ആത്മാർത്ഥമായി തന്നെ പരിശ്രമിക്കുന്നതിലൂടെ കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന സാഹചര്യം തന്നെയാണ് ജീവിതത്തിൽ വന്നു ചേരുക. തീർച്ചയായും പരിശ്രമങ്ങളോടെ മുന്നോട്ട് പോവുക. കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരും. രണ്ടാമത്തെ നമ്പറായ 4 നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. പലപ്പോഴും പലവിധ ദുഃഖ ദുരിതങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ച് പോരുന്നവരാണ് നിങ്ങൾ. പല കാര്യങ്ങളിലും എന്ത് ചെയ്യണം എന്നറിയാത്തതായ സാഹചര്യമോ അല്ലെങ്കിൽ പലരിൽ നിന്നും നിങ്ങൾക്ക് തിരിച്ചടികൾ സംഭവിക്കുന്നതായ സാഹചര്യങ്ങളോ ഉണ്ട്. അത്തരം കാര്യങ്ങൾ മാറിമറിയും. ദുരിതപൂർണമായ അവസ്ഥയ്ക്ക് മാറ്റങ്ങൾ വന്നു ചേരും. സന്തോഷകരമായ പല നിമിഷങ്ങളും ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. നല്ലവരായാൽ അങ്ങേയറ്റം നല്ലവരായി തീരുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ പ്രവർത്തിക്കുന്നവരാണ് നിങ്ങൾ. എന്നാൽ
അപ്രതീക്ഷിതമായി പലപ്പോഴും തിരിച്ചടികൾ നിങ്ങൾക്ക് വന്നു ചേരുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ ഇനി ജീവിതത്തിൽ പല അവസരങ്ങളിലും അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ വന്നു ചേരാം. ഭാഗ്യം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അനുകൂലമായി തീരുന്ന സാഹചര്യം തന്നെയാണ് കടന്നു വരിക. പ്രവർത്തന മികവ് പല കാര്യങ്ങളിലും പ്രകടിപ്പിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ, പ്രവർത്തന മികവോടെ തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരും. പല കാര്യങ്ങളിലും അത് മറ്റുള്ളവർക്ക് കൂടി അഥവാ ഒപ്പമുള്ള വ്യക്തികൾക്ക് കൂടി ബോധ്യപ്പെടുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പ്രവർത്തിക്കുവാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നവരാണ്. ജോലി ചെയ്യുവാൻ, കൃഷി ചെയ്യുവാൻ, അത്തരത്തിൽ പല കാര്യങ്ങളോടും താല്പര്യമുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും നിങ്ങൾ ചെയ്യുന്നതായ കാര്യങ്ങളിൽ നഷ്ടങ്ങൾ സംഭവിക്കുന്നു എന്നത് വാസ്തവമായ കാര്യമാകുന്നു. അതിൽ മാറ്റങ്ങൾ വന്നു ചേരണം എന്ന് അതിയായി ആഗ്രഹിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. പലപ്പോഴും നിങ്ങൾക്ക് നഷ്ടങ്ങൾ സംഭവിക്കുന്നു എങ്കിൽ പോലും ഈശ്വരാധീനം നിങ്ങൾ ഒരിക്കലും കൈവിട്ട് കളയാറില്ല എന്നതാണ് വാസ്തവം. കാരണം ഈശ്വര വിശ്വാസികളായി തന്നെ മുന്നോട്ട് പോകുന്നതായ വ്യക്തികളാണ് നിങ്ങൾ. ഒരിക്കലും ഈശ്വര വിശ്വാസം നിങ്ങളിൽ കുറയുന്നില്ല എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. ഭാവിയിലും അത്തരത്തിൽ തന്നെ സംഭവിക്കും. കഴിവുകൾ മനസ്സിലാക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള അവസരങ്ങൾ വന്നു ചേരും. തമാശ ജീവിതത്തിൽ നിന്നും പ്രധാനമായും ചില കാര്യങ്ങളിൽ സംഭവിക്കുന്നതായ ചില തമാശ അല്ലെങ്കിൽ പിന്നീട് ചെയ്യാം എന്നൊരു മനോഭാവം നിങ്ങളിൽ നിന്നും അകന്നു പോകും. ബുദ്ധി ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ സാധിക്കുന്ന സാഹചര്യം തന്നെയാണ് ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് കടന്നു വരിക. എന്നാൽ പ്രധാനമായും മനസ്സിലാക്കേണ്ടത്, ഉപകാരസ്മരണയുള്ള നിങ്ങളോട് പലപ്പോഴും പലരും അത്തരത്തിൽ പെരുമാറുന്നില്ല എന്നതാണ്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. ഇത്തരം വ്യക്തികളെ നിങ്ങൾക്ക് വ്യക്തമായി തന്നെ തിരിച്ചറിയുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരും. രഹസ്യങ്ങൾ പെട്ടെന്ന് കണ്ടെത്തുവാൻ സാധിക്കുന്ന വ്യക്തികളായി തന്നെ നിങ്ങൾ മാറും. അത്തരം കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. മൂന്നാമത്തെ നമ്പറായ 6 നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. പല പ്രശ്നങ്ങളും ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്നവരാണ് നിങ്ങൾ. മനസ്സിലുള്ളതും പുറമെ പറഞ്ഞിട്ടുള്ളതുമായ പലവിധ പ്രശ്നങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ച് പോരുന്നവർ തന്നെയാണ് നിങ്ങൾ. അത്തരത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നതായ പല പ്രശ്നങ്ങളും ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പെട്ടെന്ന് തന്നെ പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് തീർക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ കടന്നു വരും. റിസ്ക് എടുക്കുവാൻ തയ്യാറാകുന്നതായ സാഹചര്യങ്ങൾ, അത്തരത്തിൽ എടുക്കേണ്ടതായ സാഹചര്യങ്ങൾ പല അവസരങ്ങളിലും വന്നു ചേരാം. എന്നാൽ അത് ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിച്ചില്ല, പ്രയോഗിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അധികാരം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. പല കാര്യങ്ങളിലും അത്തരം ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ നിങ്ങൾക്ക് തൊഴിൽപരമായ ചില കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. വളരെ കാലമായി ആഗ്രഹിക്കുന്നതോ അല്ലെങ്കിൽ ലഭിക്കേണ്ടതായതോ അല്ലെങ്കിൽ താൽക്കാലിക ആശ്വാസമായോ തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. വാഹനയോഗം പോലുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ തന്നെ വന്നു ചേരും. വസ്തു, വീട് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. അത്തരം കാര്യങ്ങളും നിങ്ങൾക്ക് സംഭവിക്കാവുന്നതാണ്. പണം ലഭിക്കുകയും അത് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ചെലവഴിക്കുവാൻ യാതൊരുവിധ മടിയും ഇല്ലാത്തതായ വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ. നിങ്ങളിലേക്ക് ഒരുപാട് സുഹൃത്തുക്കൾ വന്ന് ചേരുവാനുള്ള, അത്തരത്തിൽ സുഹൃത്ത് ബന്ധങ്ങൾ വർദ്ധിപ്പിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. ധൈര്യം നിങ്ങളിൽ വർദ്ധിക്കുക. അത്തരം ചില കാര്യങ്ങൾ സംഭവിക്കുന്നതിനാൽ ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും. പല കാര്യങ്ങളിലും പ്രതീക്ഷിക്കാതെ തന്നെ വഴിത്തിരിവ് ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതായ സമയമാകുന്നു. ദുഃഖ ദുരിതങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുന്നതായ സാഹചര്യങ്ങൾ കടന്ന് വരിക തന്നെ ചെയ്യും. മനക്ലേശങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിതത്തിലുണ്ട്. എന്നാൽ അത് ക്രമേണ അകലുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. അതിനുള്ള അവസരങ്ങൾ സംഭവിക്കാവുന്നതാണ്. നഷ്ടങ്ങൾ പലതും സംഭവിക്കാം എങ്കിൽ പോലും
അത് മുൻകൂട്ടി കണ്ട് ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതായിട്ടുണ്ട്. ഭാഗ്യം തുണയ്ക്കും എങ്കിൽ പോലും നിങ്ങൾ ചെയ്യുന്നതായ കാര്യങ്ങളാൽ അല്പം ഭാഗ്യം നഷ്ടപ്പെടാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ ശരിയായ സമയത്ത് തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അവസരങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുക. മൂന്നാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. കുടുംബസൗഖ്യം ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ദുഃഖ ദുരിതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എങ്കിൽ പോലും അത് മുൻകൂട്ടി കണ്ട് തടയുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. എന്നാൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾ ശരിയായ രീതിയിൽ തന്നെ ശ്രമിക്കേണ്ടത് അനിവാര്യമാകുന്നു. മനസ്സിൽ പോലും കരുതാത്തതായ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ തെറ്റിദ്ധാരണകളാലോ അപകീർത്തി സംഭവിക്കാനുള്ള സാധ്യതകൾ നിങ്ങൾക്കുണ്ട്. എന്നാൽ ക്രമേണ നിങ്ങൾക്ക് സൽകീർത്തി ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. അത്തരം കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കും. ആഗ്രഹ സാഫല്യം പോലും നേടിയെടുക്കുവാനുള്ള ചില സാഹചര്യങ്ങൾ, അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ശുഭകാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ കൂടുതലാകുന്നു. പ്രയാസങ്ങൾ ജീവിതത്തിൽ വർദ്ധിക്കും എങ്കിൽ പോലും അത് നിങ്ങൾക്ക് പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. പതറിപ്പോകാതെ തന്നെ നിങ്ങൾക്ക് മുന്നിൽ നിന്ന് നയിക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് വന്നു ചേരുക. മാറ്റങ്ങൾ പല കാര്യങ്ങളിലും പ്രകടമാകുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. ജീവിതത്തിൽ പല മാറ്റങ്ങളും ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. അത് നിങ്ങൾക്ക് സാധിക്കുന്ന സാഹചര്യം തന്നെ കടന്നു വരും. ദുഃഖ ദുരിതങ്ങൾ പോലും അകറ്റുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. ആരോഗ്യ കാര്യങ്ങളിൽ ഉയർച്ച വന്നു ചേരുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. പലപ്പോഴും ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുവാൻ സാധിക്കുന്നില്ല എങ്കിൽ പോലും ഇനി മാറ്റങ്ങൾ വന്ന് ചേരാവുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. വഴിത്തിരിവുകൾ സംഭവിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പല കാര്യങ്ങളിലും വിശ്വാസം പുലർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. അവിശ്വാസം ഒഴിവാക്കി വിശ്വാസത്തോടെ പ്രവർത്തിക്കുന്നതിനാൽ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വിജയങ്ങൾ നേടുവാൻ സാധിക്കും. പല വ്യക്തികളെയും വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ദേഷ്യം നിങ്ങളിൽ വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. അത് ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ്. വൈരാഗ്യം പോലുള്ള കാര്യങ്ങൾ പൂർണ്ണമായും ജീവിതത്തിൽ നിന്നും ഒഴിവാക്കി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. മനസ്സിൽ വച്ച് പല കാര്യങ്ങളും നടക്കുന്നതായ സാഹചര്യം നിങ്ങൾക്കുണ്ട്. അത് ഒഴിവാക്കി നിങ്ങൾ മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ശുഭം. മറ്റുള്ളവർ പല കാര്യങ്ങളാൽ നിങ്ങളെ നശിപ്പിക്കുവാൻ ശ്രമിക്കും എങ്കിൽ പോലും അത് തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. മറ്റുള്ളവരുടെ നേട്ടങ്ങൾ തട്ടിപ്പറിക്കുവാൻ നിങ്ങൾ ശ്രമിക്കാറില്ല. എന്നാൽ നിങ്ങളുടെ നേട്ടങ്ങൾ പലരും അത്തരത്തിൽ ചെയ്തിട്ടുണ്ട്. എന്നാൽ അത് ഇനി നിങ്ങൾക്ക് പ്രതിരോധിക്കുവാൻ സാധിക്കും. ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മുൻകൂട്ടി കണ്ടെത്തി അത് തരണം ചെയ്ത് അല്ലെങ്കിൽ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഒന്നാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. ഉടനെ നടക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഉടനെ സംഭവിച്ചില്ല എങ്കിൽ പോലും അല്പം വൈകിയാലും ആ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകും, അല്ലെങ്കിൽ അത് അനുകൂലമായി ഭവിച്ചു എന്ന് വരാം. ചില വിഷമങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും എങ്കിൽ പോലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. സാമ്പത്തിക തടസ്സങ്ങൾ പോലും അകന്ന് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. മാർഗ തടസ്സങ്ങൾ പലതും ജീവിതത്തിൽ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ. അത്തരത്തിൽ മാർഗ തടസ്സങ്ങളിലൂടെ മുന്നോട്ട് പോകേണ്ടതായി വരും എങ്കിൽ പോലും പല അവസരങ്ങളിലും വിജയത്തിലേക്ക് എത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. എന്നാൽ കഠിനമായ പരിശ്രമങ്ങൾ അനിവാര്യം തന്നെയാകുന്നു. പല കാര്യങ്ങളിലും നേടേണ്ടതായ ആവശ്യം, പല കാര്യങ്ങളും നേടിയെടുക്കേണ്ടതായ ആവശ്യം നിങ്ങൾക്കുണ്ട്. അതിനായി കഠിനമായി പ്രയത്നിക്കുകയും അത് നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുകയും ചെയ്യാം. എടുത്തുചാട്ടം പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. മറ്റുള്ളവർക്ക് ഉയർച്ച നിങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിതത്തിലേക്ക് കടന്ന് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. 28 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ചില കാര്യങ്ങൾ അനുകൂലമാകും എങ്കിൽ പോലും 28 ദിവസത്തിന് ശേഷം കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി ഭവിച്ചു എന്ന് വരാം. അതിനാൽ ഈ സമയം നിങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസം വർദ്ധിക്കുകയും നിങ്ങൾക്ക് അവകാശപ്പെട്ടത് എന്ന് തോന്നുന്നതായ പല കാര്യങ്ങളും കഠിനമായ പരിശ്രമത്തിലൂടെ നേടിയെടുക്കുവാൻ സാധിക്കും. മറ്റുള്ളവർ മുതലെടുക്കുവാനുള്ള സാധ്യതകളുണ്ട്.
അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതായിട്ടുണ്ട്. പല കാര്യങ്ങളും നിശ്ചയദാർഢ്യത്തോടെ ഇറങ്ങുകയും അതിൽ നിങ്ങൾക്ക് വിജയങ്ങൾ നേടുവാൻ സാധിക്കുകയും ചെയ്യാം. ശത്രുദോഷം വർദ്ധിച്ചിരിക്കുന്നതായ സമയമാണ്. എന്നാൽ ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്നതിനാൽ തന്നെ അത്തരം കാര്യങ്ങളെ തരണം ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് കുതിക്കുവാൻ സാധിക്കും. രണ്ടാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും സംഭവിക്കും. പ്രധാനമായും 10 ദിവസങ്ങൾക്കകം തന്നെ പല കാര്യങ്ങളും അനുകൂലമാവുകയോ ചില ശുഭകരമായ വാർത്തകൾ, സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങളെ തേടിയെത്താം. അവകാശപ്പെട്ടതായ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്ന് ചേരാവുന്നതായ സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. സത്യസന്ധത ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. സത്യസന്ധതയോടെ പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിശ്ചയമായും നിങ്ങളുടെ കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യങ്ങൾ തന്നെ വന്നു ചേരും. അതിനാൽ ധൈര്യമായി തന്നെ മുന്നോട്ടിറങ്ങി പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. പലപ്പോഴും പല കാര്യങ്ങളിലും മുന്നിട്ടിറങ്ങും എങ്കിൽ പോലും പിന്നീട് ഭയം മനസ്സിലേക്ക് കടന്നു വരികയോ ആശങ്കകളാൽ പല കാര്യങ്ങളും ശരിയായ രീതിയിൽ ചെയ്ത് തീർക്കുവാൻ സാധിക്കാത്തതായ വിഷമങ്ങൾ ജീവിതത്തിലുണ്ട്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. ഭയം പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. മറ്റുള്ളവർ പോലും നിങ്ങളുടെ അവസരങ്ങൾ വിനിയോഗിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അതിനാൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി നിങ്ങൾ മുന്നോട്ട് പോകണം. മനക്ലേശങ്ങൾ ഒഴിവാക്കുവാനും നെഗറ്റീവായ ചിന്തകൾ നിങ്ങൾക്ക് ഒഴിവാക്കുവാനും സാധിച്ചു എന്ന് വരാം. അതിനാൽ തന്നെ ഈ സമയം അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. നിശ്ചയിച്ചാൽ ആ കാര്യം നടത്തിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. മറ്റ് പ്രശ്നങ്ങൾ നേരിടേണ്ടതായി വരും എങ്കിൽ പോലും അത് തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് അത്ഭുതകരമായി തോന്നുന്നതായ പല കാര്യങ്ങളും ജീവിതത്തിൽ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം പെട്ടെന്ന് നടന്നു കിട്ടില്ല എന്ന ചിന്ത നിങ്ങൾക്ക് പല വിധത്തിലുള്ള വിഷമങ്ങൾക്കും കാരണമായി തീരാം. എന്നാൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കണം. വെപ്രാളം പ്രത്യേകിച്ചും ഉപേക്ഷിച്ച് തന്നെ മുന്നോട്ട് പോകണം. തൊഴിൽപരമായും ബിസിനസ് പരമായും തുടക്കത്തിൽ വന്നു ചേരുന്ന ചില തിരിച്ചടികളിൽ തളരാതെ മുന്നോട്ട് പോവുക. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് അർഹമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരികയും അർഹമായ കാര്യങ്ങൾ നടന്ന് കിട്ടുന്നതായ സാഹചര്യം കൂടിയാണ് ഉള്ളത്.